പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ സാംസൺ എന്നൊരു വ്യക്തി ജനിക്കുന്നതിന് മുൻപ് ആ വ്യക്തിയുടെ മാതാപിതാക്കളോട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. മാതാപിതാക്കൾ അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവം ആ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാൻ സാധിച്ചു. ഇന്ന് പലപ്പോഴും നമ്മുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കാത്ത തലമുറയിലേക്ക് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഒഴുകിയെത്താത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ മാതാവും പിതാവും, അല്ലെങ്കിൽ പിതാവ് യുക്തിവാദിയാകാം, നിരീശ്വരവാദിയാകാം, പ്രത്യയശാസ്ത്രക്കാരനാകാം. അങ്ങനെ ഒരു ജീവിതം നയിക്കുമ്പോൾ ഒരു കാരണവശാലും ആ മാതാപിതാക്കളുടെ, അല്ലെങ്കിൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു വഴക്കാളിയാകാം, അമ്മയെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിനനുസൃതമായി ജീവിതം നയിക്കാത്ത ഒരു സ്ത്രീയാണ് എങ്കിൽ ആ സ്ത്രീക്കും ആ പുരുഷനുമുണ്ടായ കുഞ്ഞുങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകിയെത്തുവാൻ അത് വലിയൊരു തടസ്സമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് വീണ്ടും കാണുവാൻ സാധിക്കും, ഇവിടെ സാംസന്റെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ അനുഗ്രഹം കവിഞ്ഞൊഴുകുന്നു. ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവമായ കർത്താവ് അവനെ അനുഗ്രഹിക്കുന്നു. 25-ാമത്തെ തിരുവചനത്തിലേക്ക് 13:25 ന്യായാധിപന്മാരുടെ പുസ്തകം 13:25 ഇപ്രകാരം പറയണം: സൊറായിക്കും എസ്താവേലിനും മധ്യയുള്ള മഹാനാദിൽ വെച്ച് കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവേശിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവേശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ സാംസൺ നടന്നു പോകുന്ന ഒരു സാഹചര്യമാകാം, അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇരിക്കുന്ന സാഹചര്യമാകാം. ഏത് സാഹചര്യമായാലും ഈ സ്ഥലത്തിൻ്റെ പേരാണ് പറയുന്നത്. സൊറായിക്കും എസ്താവേലിനും മധ്യയുള്ള മഹാനാദിൽ വെച്ച് കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് പ്രവർത്തിക്കാനുള്ള കാരണം എന്താണ്? ദൈവം അനുഗ്രഹിച്ചു. 24-ാമത്തെ തിരുവചനത്തിൽ ദൈവം സാംസണെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്. ആ അനുഗ്രഹത്തിലൂടെ സാംസണിലേക്ക് കടന്നു വന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയായിരുന്നു. അപ്പോൾ ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ ആത്മാവിനെ നൽകിക്കൊണ്ടാണ് അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകിക്കൊണ്ടാണ് അനുഗ്രഹിക്കുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ അതല്ല പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനെ ആർക്കും ആവശ്യമില്ല. ഈ കാലഘട്ടത്തിൽ കുറേ സമ്പത്താണ് ആവശ്യം. സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ചതാണെന്ന് പറയും. കോടികൾ വലിച്ചു വാരിക്കൂട്ടി അതിൻ്റെ മുകളിൽ ഇരുന്നുണ്ടോ ഹല്ലേലൂയായും സൂത്രവും പറയുമ്പോഴും പറയും അത് ദൈവം അനുഗ്രഹിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസിന് കുരിശേൽ കയറി മരിക്കേണ്ട കാര്യമില്ലായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് പത്രോസിനുണ്ടായിരുന്നത്. പത്രോസ് കൈവെപ്പ് ശുശ്രൂഷ നടത്തിയപ്പോൾ അനേകം വ്യക്തികളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ലഭിച്ച ആ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? തലകീഴായിട്ടുള്ള മരണമാണ്. അതികഠോരമായ പീഡനവും കുരിശുമരണവുമാണ് കിട്ടിയത്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് സുഖത്തിൻ്റെ മടിത്തട്ടിലിരുന്നു കൊണ്ട് ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ഇന്ന് കൈക്കലാക്കി വെച്ചേക്കുന്നത് സാത്താൻ്റെ കയ്യിലാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായങ്ങളും വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, യേശുവിനെ ഉയർന്ന ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയതിന് ശേഷം സാത്താൻ ലോകവും ലോകത്തിലുള്ള സകല സുഖഭോഗങ്ങളും അതിൻ്റെ മഹത്വവും രാജ്യവും കാണിച്ചു കൊടുത്തിട്ട് സാത്താൻ പറയുകയാണ്, നീ എൻ്റെ കാൽക്കൽ വീണ് ആരാധിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് ഞാൻ തരാം. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കും. ഇതെൻ്റേതാണ്. ഈ ലോകത്തിലുള്ള സമ്പത്തും സൗഭാഗ്യവുമല്ല എൻ്റേതാ. നീ എന്നെ ആരാധിച്ചാൽ ഇത് ഞാൻ നിനക്ക് തരും. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കും. അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിക്കണമേ. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവിനെ സാംസണെ ദൈവം അനുഗ്രഹിച്ച അതേ നിമിഷം തന്നെ ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ ആത്മാവ് ആ സാംസണിലേക്ക് കടന്നു ചെന്നു. പക്ഷേ ആ ആത്മാവിൻ്റെ പ്രവർത്തനം
ആ ശക്തിയോടുകൂടിയുള്ള പ്രവർത്തനം ആരംഭിച്ചത് സൊറായിക്കും എസ്താവേലിനും മധ്യയുള്ള മഹാനാദിൽ വെച്ചാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഓരോ വ്യക്തികളെ സംബന്ധിച്ചും അങ്ങനെയാണ്. ഓരോ സുവിശേഷ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും സംബന്ധിച്ച് അങ്ങനെയാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിലും ചില പ്രത്യേക സ്ഥലങ്ങളിലും വെച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്നത്. ആ പ്രവർത്തന ശക്തിയായിട്ട് അവരിൽ പ്രവർത്തിക്കുന്നതും ചില സാഹചര്യങ്ങളിലാകാം. സാവൂൾ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുവാൻ വേണ്ടി അധികാരപത്രവും വാങ്ങിച്ചുകൊണ്ട് പോയപ്പോൾ അവൻ താഴെ വീഴുന്നു, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നു. ഈ കാഴ്ച നഷ്ടപ്പെട്ട ഈ സാവൂൾ കിടക്കുന്നത് തർത്തോസുകാരനായ യൂദാസിൻ്റെ ഭവനത്തിലാണ്. ആ യൂദാസിൻ്റെ ഭവനത്തിൽ കിടക്കുമ്പോൾ അനനിയാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യൻ, ആ ശിഷ്യൻ പോയി അവൻ്റെ ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് അവൻ്റെ കണ്ണിന് കാഴ്ച കിട്ടുന്നത്. അവൻ അവിടെ വെച്ച് സ്നാനം സ്വീകരിക്കുന്നുണ്ട്. അവൻ അവിടെ വെച്ച് സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവൻ അറേബ്യയിലേക്ക് പോകുന്നുണ്ട്. അറേബ്യയിൽ നിന്ന് പിന്നെ അവൻ തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്നു കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ മാർപ്പാപ്പയായിരുന്ന പത്രോസിനൊക്കെ വിധേയപ്പെട്ടതിന് ശേഷമാണ് ശുശ്രൂഷ മേഖല മുമ്പോട്ട് പോയത്. ഇത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാംസണിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് ക്രമപ്പെടുത്തുവാൻ, ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതെന്ന് ചെയ്താൽ എന്നിലൂടെ ദൈവത്തിന് പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. സാംസൺ എന്ന ന്യായാധിപനിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി സാംസനെ ദൈവം ഉയർത്തിയെങ്കിൽ, മാമോദിസ എന്ന കുദാശയിലൂടെ ഈ സമൂഹത്തിൽ നിന്ന് ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് അനേകം വ്യക്തികളെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശിഷ്യത്വത്തിൻ്റെ വിളി തന്നെയാണ് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവം ഓരോ ക്രിസ്ത്യാനിയെയും വിളിച്ചിരിക്കുന്നത്. നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, സാംസന്റെ മാതാപിതാക്കൾ അവിടുത്തെ വചനമനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ അവിടുന്ന് സാംസനെ അനുഗ്രഹിച്ചുവല്ലോ. ആ അനുഗ്രഹത്തിലൂടെ സാംസന് ലഭിച്ച ആത്മാവ് പിന്നീട് പ്രവർത്തിക്കുവാൻ തുടങ്ങി. കൂദാശകളിലൂടെ ഞങ്ങൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കാതെ നിർവീര്യമായി കിടക്കുന്നു. ഞങ്ങളിൽ കുടികൊള്ളുന്ന ആത്മാവ് ശക്തമായി പ്രവർത്തിക്കുവാനും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനുമായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.